ടി പി ശ്രീനിവാസ്, ഒരുപക്ഷെ NPT-യിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ NPT എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഇറാന് തോന്നിയിട്ടുണ്ടാകണം ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്നതിന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചമച്ചതാണ് എന്ന് തന്നെ പറയാം. ഈ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എന്തുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ കഴിയുന്നില്ല, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഞങ്ങൾ ആണവശക്തിയാണ്, നിങ്ങൾ സമാധാനത്തിനായാലും അല്ലെങ്കിൽ പോലും ആണവ സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ന്യായമുണ്ട്. അത് അമേരിക്കയുടെ ആ ന്യായം ശരിയല്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ പോലും, ഒരു ആക്രമണം നടത്തിയാൽ പോലും അതിനെ കൂടി ന്യായീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷെ ഒരു കാര്യം ശ്രീ ആന്റണി പറയാത്തത്, ഇസ്രയേൽ NPT ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രയേലും ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് NPT ഒപ്പിടാത്തത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് പോലെ ഞാൻ അംബാസിഡർ ആയിരിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ NPT കൺട്രീസിന്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ഇസ്രായേലി ആൻഡ് പാകിസ്ഥാനി അംബാസിഡേഴ്സ്. ഒരു പെക്യുലർ സിറ്റുവേഷൻ. മറ്റ് രാജ്യങ്ങളിലൊന്നും ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാറില്ല. പക്ഷെ IAEA-യിൽ ഇന്ത്യയും ഇസ്രയേലും പാകിസ്ഥാനും ചേർന്നുകൊണ്ടാണ് NPT കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത്. അപ്പോൾ ഇസ്രയേൽ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവർക്ക് വെപ്പൺസ് ഉണ്ടെന്ന്. പക്ഷെ ഉണ്ടെങ്കിൽ പോലും NPT ഒപ്പിടാത്തത് കൊണ്ട് അവരെ റിസ്ട്രെയിൻ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെയാണ് ഇന്ത്യയും. നമ്മളെ റിസ്ട്രെയിൻ ചെയ്യാൻ നമ്മളെ സമ്മതിച്ചില്ലല്ലോ. ഈ ന്യൂക്ലിയർ അഗ്രിമെന്റ് അമേരിക്കയായിട്ട് വരുന്നവരെ നമ്മൾ അത് കൺസീൽഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾ NPT ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇറാൻ NPT ഒപ്പിട്ട രാജ്യമാണ്. അപ്പോൾ ഒപ്പിട്ട രാജ്യമാണെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ വിസിറ്റ് ചെയ്യാനും ഇവരുടെ എൻറിച്ച്മെന്റ് പ്ലാന്റ് കണ്ടുപിടിക്കാനും അത് കാണാനും ഒക്കെയുള്ള സൗകര്യം കൊടുത്തത്. അപ്പോൾ പക്ഷെ എല്ലാ തവണയും ഓരോ തവണയും ഇൻസ്പെക്ഷൻ കഴിഞ്ഞു വരുമ്പോൾ IAEA ഇൻസ്പെക്ടേഴ്സ് പറയുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇന്ന ലാക്യൂണ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാൻ കഴിയുകയില്ല എന്ന് കഴിഞ്ഞ 10-20 വർഷമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഉള്ള പ്രൊവോക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒമാനിൽ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഗവേണിംഗ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ഞാൻ അതിൻ്റെ പെർമനന്റ് മെമ്പർ ആയിരുന്നു ഒരു കാലത്ത്, അവർ തീരുമാനിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ കൂടുതൽ എൻറിച്ച്മെന്റ് ചെയ്യുന്നു, അവർക്ക് അനുവദിച്ചിട്ടുള്ള പീസ്ഫുൾ യൂസസ് ഓഫ് ന്യൂക്ലിയർ പവറിനുള്ള അനുവദിച്ചിട്ടുള്ള നിലവിൽ നിന്ന് കൂടുതൽ അവർ നടത്തിയിരിക്കുന്നു എന്ന് IAEA ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് IAEA's ഗവേണിംഗ് ബോർഡ് വീണ്ടും പരിശോധിക്കണമെന്ന് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞപ്പോഴാണ് ഇറാൻ ഫൈനലി അമേരിക്കയോട് ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ കരാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും ബലം പ്രയോഗിച്ച് തന്നെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകാതിരിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇറാനിന്റെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ചില ഓബ്ലിഗേഷൻ NPT അനുസരിച്ചുണ്ട്, ഞങ്ങൾക്കതില്ല. അതുകൊണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി വളർത്തുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും NPT-യുടെ വയലേഷനായി മാറും. അപ്പൊ NPT-യുടെ വയലേഷൻ ആണെങ്കിൽ അവർക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകാം, ക്ലാഷസ് ഉണ്ടാകാം, അവർക്ക് മെറ്റീരിയൽ ഡിനേ ചെയ്യാം. അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് ലോകത്ത്. അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇറാനെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ട്, അമേരിക്കൻ സാങ്ഷൻസ്. അത് കാരണം ഇവര് എൻറിച്ച്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ ഈ ന്യൂക്ലിയർ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിന് ഇസ്രായേലിന് അങ്ങനെയുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് സംരക്ഷിക്കാമെങ്കിൽ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അറ്റോമിക് എനർജി ഏജൻസിക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നില്ല, ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി ഇല്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അവരെ പ്രഷറൈസ് ചെയ്യും. ഇതാണ് ആർഗ്യുമെന്റ്. ശരി.